എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ കളർഫുള്ളായിട്ടുള്ള ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ബോളുകൾ കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പം ഇതുപോലത്തെ ബോളുകളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് ടിഷ്യൂ പേപ്പറാണ്. ഏത് ടൈപ്പ് ടിഷ്യൂ പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടൈപ്പാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. അതിനുശേഷം ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ കീറിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പർ കൈ കൊണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കുക. ഇതുപോലെ നമുക്ക് എന്തോരം വലിപ്പം വേണോ ബോളിന് അത്രയും വലിപ്പത്തിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒരു ചെറിയ ബോൾ പോലെ ഉണ്ടാക്കിയെടുക്കണം. ന്യൂസ് പേപ്പറിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ടിഷ്യൂ പേപ്പർ തന്നെയാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ന്യൂസ് പേപ്പർ ഉപയോഗിക്കാതെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തന്നെ പരമാവധി ചെയ്യാം. ഞാൻ ഇതുപോലത്തെ 4-5 ബോളും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്ത് ഫുള്ളായിട്ട് നമുക്ക് ഗിൽറ്റർ പൗഡർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗിൽറ്റർ പൗഡർ എല്ലായിടത്തും നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. എല്ലാ ഭാഗവും നന്നായിട്ട് കവറായിട്ടിരിക്കുന്ന രീതിയിൽ കണ്ട ഇതുപോലെ ബാക്കിയുള്ള ബോൾസും കൂടി നമുക്ക് ഗിൽറ്റർ പൗഡർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതും നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇതുപോലെ വീതി കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് നന്നായിട്ട് റൗണ്ടിലൊന്ന് ചുറ്റിയെടുക്കുക. ഒത്തിരി വലിപ്പം വേണ്ട, ചെറിയ ഒരു റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുത്താൽ മതി. എന്നിട്ട് അത് പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചും കൂടി എടുക്കുക. വലിപ്പം കൂടിയാൽ ഭംഗി ഉണ്ടാവില്ല. ഇത് ഇത്ര വലിപ്പം മതി. എന്നിട്ട് നമുക്ക് പശ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അത് നന്നായി ഒട്ടിച്ചെടുത്തതിന് ശേഷം ഗ്ലിറ്റർ പൗഡർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബോളില്ല അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ നമുക്കതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ ഒട്ടിച്ച ഭാഗത്ത് ഗോൾഡൻ കളറ് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കാം. ഗോൾഡൻ കളറ് കയ്യിലില്ലാത്തവർ സിൽവർ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കളറ് ത്രെഡും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ടിഷ്യൂ പേപ്പറും കുറച്ച് ഗിൽറ്റർ പൗഡറും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലത്തെ നല്ല കളർഫുള്ളായിട്ടുള്ള ബോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.